സുപ്രീം കോടതിയുടെ എത്രയെങ്കിലും വിധികൾ നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരായിട്ട് മാറുന്നത് നമ്മൾ കാണുകയുണ്ടായി. ബാബറി കേസിലെ വിധി പറഞ്ഞ സമിതിയുടെ അധ്യക്ഷനായ ജഡ്ജി തന്നെ അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം കേന്ദ്ര ഭരണ സംവിധാനത്തിന്റെ ആളായി അദ്ദേഹം രാജ്യസഭാംഗമായി മാറി. നിങ്ങൾ ഓർക്കുന്നുണ്ടാവില്ല, രഞ്ജൻ ഗൊഗോയിയെ പോലെ ഒരാൾ. അദ്ദേഹം തന്റെ സ്ഥാനാരോഹണത്തിന് ന്യായമായി പറഞ്ഞത്, ഇന്നലെ ഉജ്വൽ ഭൂയ എന്ന് പറയുന്ന നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിമാരിൽ ഒരാൾ അതേക്കുറിച്ച് വളരെ മൗലികമായ ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം അന്ന് അതിന് ന്യായമായി പറഞ്ഞത്, പാർലമെന്റും ജുഡീഷ്യറിയും തമ്മിലുള്ള അകലം കുറയ്ക്കാൻ, ജുഡീഷ്യറിയും ഭരണ സംവിധാനവും തമ്മിലുള്ള അകലം കുറയ്ക്കാൻ വേണ്ടിയാണ് താൻ രാജ്യസഭയിലേക്ക് പോകുന്നത് എന്നാണ് രഞ്ജൻ ഗൊഗോയ് അന്ന് പറഞ്ഞത്. ഇന്നലെ ഉജ്വൽ ഭൂയാൻ അതേക്കുറിച്ച് പറയുന്ന സമയത്ത് പറഞ്ഞു, നമ്മുടെ ഡെമോക്രസിയുടെ, ജനാധിപത്യത്തിന്റെ ഭരണഘടനാപരമായ 3 ആധാരങ്ങൾ, ഒന്ന് ലെജിസ്ലേച്ചറാണ്, ഒന്ന് എക്സിക്യൂട്ടീവാണ്, ഒന്ന് പാർലമെന്റാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു സ്റ്റൂളിന്റെ 3 കാലുകൾ തുല്യമായ അകലത്തിൽ ക്രമമായി നിന്നാൽ മാത്രമാണ് ആ സ്റ്റൂൾ ഉറച്ചു നിൽക്കുക. അതിന് പകരം നിങ്ങൾ 2 കാലുകളെ അടുപ്പിച്ചു വച്ചാൽ ആ സ്റ്റൂൾ ഉറക്കില്ല. അതുകൊണ്ട് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തത്തുല്യമായ അകലങ്ങളിൽ വേറിട്ട് സ്വതന്ത്രാധികാരത്തോടെ നിലനിൽക്കുകയാണ് വേണ്ടത്. ഒന്ന് മറ്റൊന്നിനോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങുന്നു, അവയ്ക്കിടയിലുള്ള അകലം അവസാനിക്കുന്നു. നമ്മുടെ രഞ്ജൻ ഗൊഗോയെ പോലുള്ള ആളുകൾ പറഞ്ഞതുപോലെ അവ തമ്മിൽ കൂടുതൽ അടുക്കുന്നു എന്നതിൻ്റെ അർത്ഥം നമ്മുടെ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന സ്വഭാവം തകരുന്നു എന്നതാണ്. അത് ചേർന്ന് പ്രവർത്തിക്കലല്ല, മറിച്ച് വ്യവസ്ഥയുടെ തകർച്ചയാണ്. ഈ വ്യവസ്ഥയുടെ തകർച്ചയുടെ എത്രയെങ്കിലും ഉദാഹരണങ്ങൾ നമുക്കിപ്പോ കാണാനായിട്ട് കഴിയും. ബാബറി കേസിലെ വിധി നമ്മുടെ മുമ്പിലുണ്ട്. ബാബറി കേസിലെ വിധിക്ക് ശേഷം, ആ വിധിയാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ എഴുതപ്പെട്ട കോടതി വിധികളിൽ ഒരു വിധിന്യായം അതിൻ്റെ തന്നെ യുക്തിയെ ലംഘിക്കുന്നതിന് ഒരുപക്ഷെ വിധിന്യായം ആഭ്യന്തരമായി ഇത്രമേൽ വൈരുദ്ധ്യപൂർണമാകുന്നതിന് തെളിവ് മറ്റെവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ആ വിധി വന്ന സമയത്ത് ധാരാളം ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു കാര്യമാണ്, ആ വിധിന്യായത്തിന്റെ ആദ്യത്തെ വലിയൊരു ഭാഗം ബാബറി പള്ളി തകർത്ത പ്രവർത്തനങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്, ഹീനമായ കുറ്റകൃത്യമാണ് എന്നെല്ലാം വിശദീകരിച്ചതിന് ശേഷം ആ വിധിന്യായം അവസാനിക്കുന്നത് പള്ളി പൊളിച്ച സ്ഥലത്ത് പള്ളി പൊളിച്ചവർക്ക് ക്ഷേത്രം പണിയാനായിട്ട് അനുവാദം നൽകുന്നു എന്ന് പറഞ്ഞിട്ടാണ്. വാസ്തവത്തിൽ ഒരു വിധിന്യായം അതിനുള്ളിൽ തന്നെ അതിന്റെ യുക്തിയെ തകർക്കുക മാത്രമല്ല, പള്ളി പൊളിച്ചതിനെതിരായ കേസ് ഇപ്പോഴും സെറ്റിൽ ചെയ്യപ്പെട്ടില്ല. പള്ളി പൊളിച്ചവർക്ക് പൊളിച്ച സ്ഥലത്ത് അമ്പലം പണിയാൻ അനുവാദം നൽകുന്നു എന്നതിൻ്റെ അർത്ഥം പള്ളി പൊളിച്ചത് ന്യായമായിരിക്കുന്നു എന്നുകൂടിയാണ്. അതിന്റെ ആഭ്യന്തര യുക്തിയെ ആ വിധിന്യായം തന്നെ റദ്ദാക്കുന്നു. അന്ന് കൽക്കട്ട ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ഗാംഗുലി അതേക്കുറിച്ച് ഉന്നയിച്ച കൗതുകകരമായൊരു വിമർശനമുണ്ട്. അദ്ദേഹം ചോദിച്ചത്, അപ്പൊ പൊളിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ പൊളിച്ചു പണിയാനായിട്ട് നിങ്ങൾ ഉത്തരവിടുമായിരുന്നോ എന്നാണ്. പണിയാൻ ഉത്തരവിട്ടല്ലോ, പൊളിച്ചു പണിയാനായിട്ട് നിങ്ങൾ ഉത്തരവിടുമായിരുന്നോ? പൊളിച്ചത് കുറ്റകൃത്യമാണെന്നാണ് ആദ്യം പറഞ്ഞത്. പൊളിച്ച സ്ഥലത്ത് പള്ളി പണിയാൻ പൊളിച്ചവർക്ക് അനുവാദം നൽകിക്കൊണ്ടാണ് ഉത്തരവ് അവസാനിക്കുന്നത്. അങ്ങനെ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുറ്റകൃത്യത്തിന് നിയമപരമായ പരിരക്ഷ ഒരുക്കുന്ന നിലയിലേക്ക് നമ്മുടെ ജുഡീഷ്യറി മാറി.